ലോക കേരള സഭയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്നാണ് ആവശ്യം. പലസ്തീൻ എംബസി കൈമാറിയ കഫ്യ പ്രമേയാവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകി. ഇതുൾപ്പെടെ 10 പ്രമേയങ്ങൾ ലോക കേരള സഭ പാസാക്കി. വി.എ. ഗിരീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ ലോക കേരള സഭാ സമ്മേളനത്തിലാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. ഇത് സംബന്ധിച്ച പ്രമേയം ലോക കേരള സഭ പാസാക്കുകയും ചെയ്തു. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. പലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയാവതാരകൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. അതോടൊപ്പം തന്നെ പലസ്തീൻ പതാക സ്പീക്കർ A.N. ഷംസീർ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതുൾപ്പെടെ 10 പ്രമേയങ്ങളാണ് ഇന്ന് ലോക കേരള സഭ പാസാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ നടന്ന ചർച്ചകൾക്ക് അതോടൊപ്പം തന്നെ പ്രമേയങ്ങൾക്ക് ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. ഇതിനുശേഷം സ്പീക്കറുടെ സമാപന പ്രസംഗത്തോടുകൂടി ഇന്ന് ലോക കേരള സഭാ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 ദിവസമാണ് 4ാം ലോക കേരള സഭയുടെ സമ്മേളനം ചേർന്നത്. വിവിധ വിഷയങ്ങൾ ഈ ലോക കേരള സഭയിൽ ചർച്ചയാവുകയും ചെയ്തു. ഉന്മേഷ്. വി.എ. ഗിരീഷ്, തിരുവനന്തപുരത്ത്.